MGOCSന്റെ 114ാമത്തെ കോൺഫറൻസ് ഇന്ന് ഈ പുണ്യഭൂമിയിൽ ആരംഭിക്കുമ്പോൾ ശിശു സഹോദരന്മാരുടെ ഓർമ്മ, ശിശു സഹോദരന്മാരെന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഹോളി ഇന്നസെൻസ് എന്ന് പറയും. ആ ശിശു സഹോദരന്മാരുടെ ഓർമ്മയുള്ള സന്ധ്യാനമസ്കാരത്തോട് ചേർന്ന് ഈ വർഷത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ആനുവൽ കോൺഫറൻസ് ആരംഭിക്കുമ്പോൾ അതിൻ്റെ അധ്യക്ഷൻ തിരുമേനി ഇവിടെ ആമുഖത്തിൽ നൽകിയതായ ഒരു സന്ദേശം, ഈ ക്യാമ്പ് അവസാനിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ അല്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പരിവർത്തനങ്ങൾ ഉണ്ടായാൽ ഈ ക്യാമ്പ് അനുഗ്രഹപ്രദമാണ്, ഇതിൻ്റെ സംഘാടനം അനുഗ്രഹീതമാകുന്നു എന്ന്. പ്രിയമുള്ളവരെ, അതുതന്നെ ആദ്യത്തെ ആശംസയായി ഞാൻ സമർപ്പിക്കുകയാണ്. ഈ ശിശു സഹോദരന്മാരുടെ മധ്യസ്ഥത, അവരുടെ മധ്യസ്ഥതയിൽ അവരുടെ ജീവിതം നമുക്ക് നൽകുന്ന ആ പ്രചോദനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രാവശ്യത്തെ ക്യാമ്പ് ഏറ്റവും അനുഗ്രഹപ്രദമായി പൂർത്തീകരിക്കുവാൻ ദൈവം ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമതായി, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേരുന്നു. ക്രിസ്മസിൻ്റെ ആഘോഷം തീർച്ചയായും ലോകമെമ്പാടും ഇതിൻ്റെ ആഘോഷത്തിൻ്റെ ഒരു തിമിർപ്പിൽ നിൽക്കുകയാണ്. എല്ലായിടത്തും ആഘോഷം നടക്കുമ്പം വിളിക്കപ്പെട്ട വിളി യോഗ്യമാകുന്ന പ്രകാരം തന്നെ MGOCSന്റെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് അതിനോട് റെസ്പോണ്ട് ചെയ്തു എന്നാണ് തിരുമേനി പറഞ്ഞത്. റെസ്പോണ്ട് ചെയ്ത് ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, അവർക്ക് ഈ സഭയുടെ സ്തുതിയുവാകപ്പെട്ട സത്യവിശ്വാസത്തോടുള്ള നിശ്ചയദാർഢ്യമാണ്, ആ വിളിക്കനുസരിച്ചാണ് നിങ്ങളിവിടെ ആയിരിക്കുന്നത് എന്ന ഉത്തമ വിശ്വാസം നമ്മൾക്കുണ്ട്. പ്രിയമുള്ളവരെ, ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ ആദ്യം കാണുവാനായി ഭാഗ്യം ലഭിച്ച രണ്ട് കൂട്ടരുടെ ജീവിതത്തിലേക്ക് ഒന്ന് ശ്രദ്ധ സൃഷ്ടിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഒന്നാമതായി, ക്രിസ്തുവിനെ കാണുവാൻ നിയോഗം ലഭിച്ചത് പണ്ഡിത ശ്രേഷ്ഠന്മാരായ വിദ്വാൻമാർക്കാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. രണ്ടാമതായി കാണുവാൻ നിയോഗം ലഭിച്ചത് സമൂഹത്തിലെ പാർശ്വവൽക്കപ്പെട്ടവരും പാവപ്പെട്ടവരും നിർമ്മലരുമായ, ഞാൻ ഒന്നുകൂടെ ആ വാക്ക് എടുത്തു പറയുന്നു, പാർശ്വവൽക്കരിക്കപ്പെട്ടവരും പാവപ്പെട്ടവരും അതിലുപരിയായി നിർമ്മലരുമായ ആട്ടിടയന്മാർക്കാണ് യേശു കുഞ്ഞിനെ ആദ്യം കാണുവാനുള്ള ഭാഗ്യം ലഭിച്ചത്. അത് പുരോഹിതര വർഗത്തിനല്ല, സഭയിലെയോ സമൂഹത്തിലെയോ പ്രമാണിമാർക്കല്ല, സമ്പന്ന വർഗത്തിനല്ല, മറിച്ച് ഈ രണ്ട് വിഭാഗത്തിനാണ് ക്രിസ്തുവിനെ ആദ്യം കാണുവാനുള്ള നിയോഗം ലഭിച്ചത്. ക്രിസ്തുവിനെ കാണുവാൻ സ്വയം പാണ്ഡിത്യത്തിൻ്റെ പടവുകൾ കയറാമെന്ന് ആഗ്രഹിക്കുന്നവർ ആ ശരിയായ ദിശയിലേക്കല്ല അവരുടെ യാത്ര എന്നുള്ളത് കൃത്യമായി സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നു. അറിവ് സമ്പാദിക്കുവാൻ നമ്മുടെ മുമ്പിൽ ഒത്തിരി ഉപാധികളുണ്ട്. പക്ഷേ യഥാർത്ഥമായി തിരിച്ചറിവുള്ളവനാണ് പണ്ഡിതന്മാർ എന്ന് ഉള്ള ചരിത്ര സത്യം. അറിവുള്ളവർ ധാരാളം നമുക്ക് ചുറ്റും സുലഭമായി ഉണ്ടെങ്കിലും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഭാവിയുടെ വാഗ്ദാനങ്ങളാകുന്ന പ്രിയപ്പെട്ട മക്കളെ, തിരിച്ചറിവുള്ളവരുടെ എണ്ണം നമ്മുടെ സമൂഹത്തിലും നമ്മുടെ സമുദായത്തിലും നമ്മുടെ ഇടയിലും നമ്മുടെ രാഷ്ട്രീയത്തിലുമൊക്കെ കുറഞ്ഞു വരുന്നു എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. അറിവുള്ള അനവധി പേരുണ്ട്, പാണ്ഡിത്യമുള്ള അനവധി പേരുണ്ട്, പക്ഷേ തിരിച്ചറിവുള്ളവരുടെ എണ്ണം ദിവസത്തിന് ദിവസം കുറഞ്ഞു വരുന്നു എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ്. ലാളിത്യവും നിർമ്മലതയും സ്വീകരിക്കുക എന്നുള്ളതാണ് ക്രിസ്മസ് നൽകുന്ന യഥാർത്ഥമായ സന്ദേശം. അങ്ങനെയെങ്കിൽ ആട്ടിടയന്മാരെ പോലെ നക്ഷത്രം നമ്മെ ക്രിസ്തുവിലേക്ക് നയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിദ്യാർത്ഥി പ്രസ്ഥാനം ആരുടെ നാമത്തിലാണോ, ഏത് പരിശുദ്ധൻ്റെ നാമത്തിലാണോ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്, ആ പരിമല തിരുമേനി എന്ന് പറയുന്ന ആ മഹാപരിശുദ്ധൻ ക്രിസ്തുവിലേക്ക് നമ്മെ നയിക്കുന്ന ഉദാത്തമായ ഒരു നക്ഷത്രമായിരുന്നു. ഒരേ സമയം പണ്ഡിതനും ഭക്തനും നിർമ്മലനുമായിരുന്ന പരിശുദ്ധനായ പരിമല തിരുമേനി ആയിരിക്കട്ടെ ഈ പ്രാവശ്യത്തെ MGOCS ക്യാമ്പിൽ പങ്കെടുക്കുന്ന ഓരോ വിദ്യാർത്ഥികളുടെയും വിദ്യാർത്ഥിനികളുടെയും മനസ്സിൽ ഉണ്ടാവേണ്ട റോൾ മോഡൽ. പരിമല തിരുമേനി എന്ന് പറയുന്ന പാണ്ഡിത്യമുള്ള, എളിമയുള്ള, നിർമ്മലനായ, പരിശുദ്ധനായ പരിമല തിരുമേനി ആയിരിക്കണം നമ്മുടെ മനസ്സിലെ ഈ പ്രാവശ്യത്തെ ഈ ക്യാമ്പിലെ ഈ ദിവസങ്ങളിലെ നമ്മുടെ റോൾ മോഡലായി നമ്മൾ മനസ്സിൽ സങ്കല്പിക്കേണ്ടത്. നമുക്കറിയാം, ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നക്ഷത്രമാണ്.
നക്ഷത്രങ്ങൾ തെളിഞ്ഞു നിൽക്കുന്നതാണ്. തീർച്ചയായും നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ ഒരു സാന്നിധ്യം, പ്രകാശിക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ഒരു സാന്നിധ്യത്തെ വിളിച്ചോതുന്ന ഒരു അനുഭവമാണ്. കത്തി നിൽക്കുന്നതായ നക്ഷത്രം ക്രിസ്തു സാന്നിധ്യമാണ് അത് പ്രകടമാക്കുന്നത്. പ്രിയമുള്ളവരെ, ഭവനങ്ങളിലും ദേവാലയങ്ങളിലുമൊക്കെ ഈ നക്ഷത്രങ്ങൾ തെളിഞ്ഞ പ്രകാശം ചെലുന്നുവെങ്കിലും യഥാർത്ഥമായ പ്രകാശം, ഉൾപ്രകാശം അവിടെയൊക്കെ ഉണ്ടോ എന്ന് ആത്മപരിശോധന നടത്തുവാനുള്ളൊരവസരം കൂടിയാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. തീർച്ചയായും പരിമല തിരുമേനി എന്ന് പറയുന്ന വിശുദ്ധ താരകം ക്രിസ്മസ് കാലത്ത് കൂടുതൽ വ്യക്തതയോടെ യുവജനങ്ങളെ, വിദ്യാർത്ഥികളെ വഴി നടത്തുവാനുള്ള ഒരു മാർഗദർശനമായി നമുക്ക് കാണുവാൻ സാധിക്കും. വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നു, നക്ഷത്രമെന്ന് പറയുന്നത് അതൊരടയാളമാണ്, അതൊരു മാർഗദർശിയാണ്, ഒരു വഴി തെളിച്ചു തരുന്നയാളാണ്. നക്ഷത്രം ചെന്ന് നിന്നിടത്ത് ആട്ടിടയന്മാർക്ക് ക്രിസ്തുവിനെ കാണുവാനായി സാധിച്ചു. നക്ഷത്രം ചെന്ന് നിന്നിടത്ത് അതൊരു വഴികാട്ടിയായിരുന്നു. ആ ചെന്ന് നിന്നിടത്ത് ആട്ടിടയന്മാർക്ക് ക്രിസ്തുവിനെ കാണുവാനായി സാധിച്ചു. പ്രിയമുള്ളവരെ, ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും നക്ഷത്ര താരങ്ങളാകുവാൻ ആഗ്രഹിക്കേണ്ട ഒരു കാലമാണിത്. ക്രിസ്തുവിൻ്റെ ജനന സമയത്ത് താരകം അല്ലെങ്കിൽ ഈ നക്ഷത്രം ഉണ്ണിയേശുവിലേക്കുള്ള ഒരു GPS ആയി, ഒരു വഴികാട്ടിയായി മുന്നിൽ പോയി എങ്കിൽ ആ നക്ഷത്രം കൗമാരത്തിൻ്റെ പ്രസരത്തിൽ വിരാജിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, ഞാൻ നിങ്ങളോട് എളിമയോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ ഓരോരുത്തരും നക്ഷത്രങ്ങളാകണം, നക്ഷത്ര താരങ്ങളാകണം. കാരണം മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങളെ കാണുന്നവർ നിങ്ങളിലൂടെ ക്രിസ്തുവിനെ കാണുവാനും ക്രിസ്തുവിലേക്ക് നയിക്കപ്പെടുവാനും ഇടയാവണം. പുതുവർഷത്തിൻ്റെ ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കാൽവയ്പോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രാവശ്യത്തെ ക്യാമ്പിൽ ഒരു രൂപാന്തരം പ്രാപിച്ച് നല്ല സൃഷ്ടികളായി, സമൂഹത്തിന് നല്ലത് ചെയ്യുന്നവരായി, നല്ല വിശേഷങ്ങൾ പറയുന്നവരായി, നല്ല വാർത്തകൾ ലോകത്തിന് പകർന്നു കൊടുക്കുവാൻ, ജാതിയുടെയും മതത്തിൻ്റെയും ഇന്നത്തെ നമ്മുടെ വെച്ചുച്ചറയുള്ളതായ സ്ഥാപനത്തിൽ ഇന്ന് അവിടുത്തെ ക്രിസ്മസ് ആഘോഷം നടക്കുകയായിരുന്നു. ആ ക്രിസ്മസ് ആഘോഷം നടന്ന സമയത്ത് അവിടെ ഇന്നലെ ഉണ്ടായ ഒരു അനുഭവം അഭിമന്യ ക്ലീമീസ് തിരുമേനി അവിടെ പറഞ്ഞത് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ ശ്രദ്ധ അതിലേക്കൊന്ന് ക്ഷണിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. തിരുമേനി പറഞ്ഞു, അവിടെ 100ഓളം അമ്മമാർ അവിടെ സംരക്ഷിക്കുന്നുണ്ട്. നിങ്ങളിൽ എത്ര പേർക്കറിയാം? ഞാൻ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും എനിക്കൊരു ആദ്യത്തെ അനുഭവമായിരുന്നു. സത്യത്തിൽ അവിടെ നടക്കുന്നൊരു വലിയ ദൈവിക ശുശ്രൂഷ. അവിടെ ഒറ്റ സിസ്റ്ററാണ് ഇതിന് മുഴുവൻ നേതൃത്വം നൽകുന്നത്. ആ സിസ്റ്ററിന് കഴിഞ്ഞ വർഷം ഞാൻ പറയുന്നില്ല, വർഷങ്ങളായി ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ പോയി പങ്കെടുക്കുവാൻ സാധിക്കുന്നില്ല. ഇന്നലെ ഒരു കത്തോലിക്ക യുവതി അവിടെ കടന്നു വന്ന് ക്രിസ്മസിന് ഈ അമ്മമാരെ ശുശ്രൂഷിക്കാനായി കടന്നു വന്നപ്പം ഈ സംഭവം അറിഞ്ഞപ്പം ആ കത്തോലിക്ക യുവതിയായ അമ്മ ഈ സിസ്റ്ററോട് പറഞ്ഞു, ഇനിയും മുതൽ ഞായറാഴ്ചകളിൽ ഞാൻ രാവിലെ വന്ന് ഇവരെ ശുശ്രൂഷിച്ചോളാം. എനിക്ക് ഞങ്ങളുടെ പള്ളിയിൽ ഞായറാഴ്ച വൈകിട്ടുമുണ്ട് കുർബാന, ഞാൻ വൈകിട്ടത്തെ കുർബാനയ്ക്ക് പൊക്കോളാം. ഞായറാഴ്ച രാവിലെ വരുന്ന ഞായറാഴ്ച മുതൽ ഞായറാഴ്ച വെളുപ്പിനെ ഞാനിവിടെ വന്ന് ഈ അമ്മമാരെ ശുശ്രൂഷിച്ചോളാം. ഞാൻ പറഞ്ഞതിൻ്റെ സന്ദേശം കൃത്യമായി നമ്മുടെ ഇടയിലുണ്ട്. ആ സന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. റോൾ മോഡലുകളെ തപ്പി നിങ്ങൾ ഒത്തിരി മുന്നോട്ട് പോകണ്ട. നമ്മുടെ ഇടയിൽ തന്നെ കൃത്യമായ റോൾ മോഡലുകളുണ്ട്. ആ റോൾ മോഡലുകളെ കണ്ടെത്തി ക്രിസ്തുവിൻ്റെ യഥാർത്ഥ അനുയായിയായി, ഞാൻ ക്രിസ്തുവിൻ്റെ അനുയായിയായിരിക്കുന്ന പോലെ നിങ്ങളും ക്രിസ്തുവിൻ്റെ അനുയായികളായിരിക്കാൻ എന്ന് പറയുവാൻ സാക്ഷ്യമുള്ളൊരു തലമുറയായി വളർത്തിയെടുക്കുവാൻ, രൂപാന്തരപ്പെടുത്തിയെടുക്കുവാൻ, അങ്ങനെ വളർത്തിയെടുക്കുന്ന ഒരു ഉമ്മൂശിയായി സഭയുടെ അഭിമാനമായ MGOCSM വിദ്യാർത്ഥി പ്രസ്ഥാനം പരിമല തിരുമേനിയുടെ നാമത്തിൽ പ്രശോഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്, ഇതിൻ്റെ നേതൃത്വത്തിന് പ്രാർത്ഥനാപൂർവമായ എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ബലഹീനനായി ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.